എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. 85-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നവർ, തീ പോലെ ജ്വലിച്ചവർ, ഇന്ന് എല്ലാ ഉത്സാഹവും നഷ്ടപ്പെട്ട് അലസരായി കഴിയുന്ന കാഴ്ച. ഒരു കാലത്ത് പ്രാർത്ഥനയിൽ കരഞ്ഞ കണ്ണുകൾ ഇന്ന് വരണ്ടിരിക്കുന്നു. ദൈവസഭയിൽ ആവേശത്തോടെ നിന്ന പലരും ഇന്ന് നിരാശരായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവേ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല, ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുയരുന്ന ഒരു നിലവിളിയാണ്. കാരണം വീണ്ടും ജീവിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് മരിച്ചവരാണ്. ഞങ്ങൾ മരിച്ചവരാണ്, ഞങ്ങൾക്ക് വീണ്ടും ഒരു ജീവൻ ആവശ്യമുണ്ട് എന്ന ആവശ്യബോധം ഉള്ളവരുടെ നിലവിളിയാണിത്. ആർക്കാണ് വാസ്തവത്തിൽ വീണ്ടും ജീവിപ്പിക്കണം എന്നുള്ള നിലവിളി ആവശ്യമായിരിക്കുന്നത്? ഒരിക്കൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഒരിക്കൽ വിശുദ്ധിക്ക് വേണ്ടി നിന്നവരാണെന്നാൽ ഇന്ന് അതിനോട് താല്പര്യമില്ല. ആത്മീയ ആവേശം കെട്ടടങ്ങി, ദൈവസ്നേഹം തണുത്തുപോയി. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഈ പ്രാർത്ഥന ആവശ്യമുണ്ട്. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിക്കുക. ചെറിയ ചെറിയ പാപങ്ങൾ ആത്മീയ മരണത്തിലേക്ക് നമ്മെ നയിക്കും. ചെറിയ അഹങ്കാരം, അസൂയ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത മറഞ്ഞിരിക്കുന്ന പാവങ്ങൾ, ക്ഷമിക്കാത്ത മനസ്സ്, ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു. ദാവീദ് പാപം ചെയ്തപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പാപം ആദ്യം സന്തോഷം നൽകും, എന്നാൽ പിന്നീട് നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തി കവർന്നെടുക്കും. പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ജീവിതത്തിൽ വരൾച്ചകൾ ഉണ്ടാവുകയാണ്. മരുഭൂമിയുടെ അനുഭവം പോലെ ജീവിതം പോവുകയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു വിശ്വാസി യുദ്ധം ചെയ്യാൻ ആയുധമില്ലാതെ പോകുന്ന സൈനികനെ പോലെയാണ്. എണ്ണയില്ലാത്ത വിളക്ക് പോലെയാണ്. വേര് ഉണങ്ങിപ്പോയ ഒരു വൃക്ഷം പോലെയാണ് പ്രാർത്ഥനയില്ലാത്ത വിശ്വാസികൾ. വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടേണ്ടത് ലോകത്തിൻ്റെ സ്നേഹത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരാണ്. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ലോകസ്നേഹം ആത്മീക ജീവിതത്തെ കൊല്ലുന്ന, നശിപ്പിക്കുന്ന ഒരു പാപമാണ്. ഇന്ന് പലർക്കും വിനോദത്തിന് സമയമുണ്ട്, എന്നാൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ അല്പസമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു വീണ്ടും ജീവൻ ആവശ്യമുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നൊന്നിനോട് ചേർച്ചയില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട് ആ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾ. എപ്പോഴാണ് അസ്ഥികൾ ജീവിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ. എവിടെയാണോ ജീവൻ ഉണ്ടായിട്ടുള്ളത് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇന്ന് സഭകൾക്കും കുടുംബങ്ങൾക്കും പ്രോഗ്രാമുകളല്ല ആവശ്യം, ആത്മാവിൻ്റെ പകർച്ചയാണ്. ദൈവം വീണ്ടും നമ്മെ ജീവിപ്പിക്കുമ്പോൾ സന്തോഷം തിരികെ വരും. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. ദൈവികമായ ആനന്ദം, സന്തോഷം തിരികെ വരുന്നത് വീണ്ടും നാം ജീവിക്കപ്പെടുമ്പോഴാണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികളുടെ ആരാധനയ്ക്ക് ജീവനുണ്ടാകും, സാക്ഷ്യങ്ങൾക്ക് ശക്തിയുണ്ടാകും, പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാകും. വീണ്ടും ജനിച്ച ദൈവമക്കൾ വീണ്ടും എന്നെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അങ്ങനെ സംഭവിച്ചാൽ കുടുംബത്തിൽ സ്നേഹബന്ധങ്ങൾ വിളക്കി ചേർക്കപ്പെടും. കുടുംബാംഗങ്ങൾ തമ്മിൽ വീണ്ടും ദൈവസ്നേഹത്തിൽ ഇടപെടുവാൻ ആരംഭിക്കും. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ആ ജീവൻ്റെ പ്രവർത്തനം നമ്മിൽ ആരംഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അവിടുത്തെ വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. എല്ലാവരും ജീവൻ പ്രാപിച്ച കർത്താവിൽ സന്തോഷിക്കുവാൻ കൃപ നൽകണം. ക്രിസ്തു